പ്രിയപ്പെട്ടവരെ, ഒരുപാട് പേര് ജോലി സംബന്ധമായ പല ഇഷ്യൂസുകളും ആ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ആ ജോലിയുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും അത് പരിഹരിക്കാൻ വേണ്ടി ഖുർആനിൽ ഏത് സൂറത്താണ് ഏത് ആയത്താണ് ഓതേണ്ട ഉസ്താദേ? കുടുംബപരമായ പല പ്രശ്നങ്ങളും നീങ്ങിപ്പോകാൻ പലരും ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഖുർആനിൽ 5 അത്ഭുത പരിശുദ്ധ വചനങ്ങളുണ്ട്, സൂറത്തുണ്ട്, ആയത്തുണ്ട്. അത് ഉപയോഗപ്പെടുത്തുന്നവർക്ക് സകല ഇഷ്യൂസും സിമ്പിളായിട്ട് പരിഹരിച്ചാൽ അള്ളാൻ്റെ സഹായം നേരിട്ടിറങ്ങും. എന്താ പ്രശ്നപരിഹാരത്തിന് ഓതേണ്ടത്, ചൊല്ലേണ്ടത്, ആയത്ത് ഏതൊക്കെയാണ്? ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇരുലോക ആഫിയത്ത് നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ അൻവാർ ഫസലിൻ്റെ ഈ വിജ്ഞാനത്തിൻ്റെ ഫാമിലി, ഇതിനോട് സ്നേഹമുള്ളവർ, ദുആ ചെയ്യാൻ പറയുന്നവർ, കമൻറ്റിൽ വന്ന് സന്തോഷം പറയുന്നവർ, കൽബ് നിറച്ച് പ്രാർത്ഥനയുമായി കൂടെ നിൽക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു ഖൈർ നൽകട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീകൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് സഹോദര സഹോദരിമാർ, പ്രത്യേകിച്ച് ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്ന ഒരുപാട് സഹോദരങ്ങൾ പലതവണ ആവർത്തി ചോദിച്ചു, ഉസ്താദെ, ജോലി സംബന്ധമായ ജോലി സ്ഥലവുമായി സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഇഷ്യൂസുകൾ, പ്രയാസങ്ങൾ, ചില മനപ്രയാസങ്ങളുണ്ട്, പലതരത്തിലുണ്ട്. ആ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി എന്താണ് ഏറ്റവും എഫക്റ്റീവായിട്ട് ഓതാൻ പറ്റുന്നത്? ഖുർആൻ കൊണ്ട് അതിൻ്റെ ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റുമോ? പലപ്പോഴും ചോദിക്കാറുണ്ട്, പലർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. എക്സ്പീരിയൻസ് എമ്പാടുണ്ട്. ഒരുപാട് പേരുടെ പ്രശ്നം മാറിപ്പോയ, ഒരുപാട് പേരുടെ ജോലി സംബന്ധമായ ഇഷ്യൂസുകൾ നീങ്ങിപ്പോയ, ഇത് കുടുംബത്തിനും പറ്റൂട്ടോ, വീട്ടിലും പ്രയാസങ്ങൾ നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ പ്രയാസങ്ങൾ, അപ്പോൾ വീട്ടിലെ ജോലി സംബന്ധമായ ഏത് പ്രയാസങ്ങളും നീക്കം ചെയ്ത് നീങ്ങിപ്പോകണമെന്ന മോഹമുള്ളവർക്ക് ഏറ്റവും എഫക്റ്റീവായ ഖുർആനിക റെമഡി നമ്മൾ പറയാൻ പോകുന്നത്. പരിശുദ്ധമായ ഖുർആൻ എല്ലാറ്റിനും സമാധാനമാണ്. ഖുർആൻ അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുഅ്മിനീങ്ങൾക്ക് ശിഫാ ആയിട്ട് ശമനം, അത് മാനസിക പ്രയാസങ്ങൾക്ക്, ജോലി സംബന്ധമായ വിഷയങ്ങൾക്ക്, കുടുംബപരമായ ഇഷ്യൂസിന് എല്ലാറ്റിനും സമാധാനമാണ്, ശമനമാണ് ഖുർആൻ. മുഅ്മിനീങ്ങൾക്ക് റഹ്മത്താണ്. നമ്മൾ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ ഒരു റഹ്മത്ത് ഇങ്ങോട്ട് വന്നാൽ നമുക്ക് വലിയ സന്തോഷമായല്ലോ. ഏത് കാര്യത്തിലും, സാമ്പത്തികമായിട്ടാണെങ്കിൽ അങ്ങനെ നമുക്ക് ലാഭം കിട്ടി, അല്ലെങ്കിൽ വരുമാന മാർഗ്ഗങ്ങൾ റെഡിയായി, അതൊരു റഹ്മത്താണ്. മഴയില്ലാത്ത കിണറ്റിൽ വെള്ളമില്ലാത്ത സമയത്ത് മഴ പെയ്തു, ജലക്ഷാമം തീർന്നു, അതൊരു റഹ്മത്താണ്. ജോലി ആഗ്രഹിച്ചിരുന്നപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജോലി കിട്ടി, റഹ്മത്താണ്. അള്ളാഹിൻ്റെ കരുണ വരികയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആൻ കൊണ്ട് എന്തിനും ശമനം ഉണ്ടാകും, സമാധാനം ഉണ്ടാകും, അതോടൊപ്പം റഹ്മത്തും കിട്ടും. അതിന് എഫക്റ്റീവായ ജോലി സംബന്ധമായ പ്രയാസങ്ങൾ നീങ്ങാനും, അതേപോലെ കുടുംബത്തിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്തെല്ലാം ഇഷ്യൂസുകളുണ്ടോ അതൊക്കെ നീങ്ങിപ്പോയി മനസ്സൊന്ന് ഫ്രീ റാഹത്താകാൻ ഏറ്റവും എഫക്റ്റീവായ ഖുർആനിക റെമഡി നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തത്, പരിശുദ്ധമായ ഖുർആനിൽ ഏറ്റവും മനോഹരമായൊരു സൂറത്താണ് സൂറത്തുർ റഅദ്. അതായത് ഖുർആനിൻ്റെ അധ്യായങ്ങളിൽ 114 സൂറകളിൽ അധ്യായങ്ങളിൽ 13ാമത്തെ അധ്യായം 13, അതാണ് സൂറത്തുർ റഅദ്. ആ പരിശുദ്ധമായ സൂറത്തുർ റഅദിൻ്റെ 28ാമത്തെ മനോഹരമായ ആയത്ത് സമാധാനം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുന്നുണ്ട്. അത് അല്ലാഹുവിനെ ഓർക്കുന്നതിലൂടെ നൽകുന്നു എന്ന് പറയുന്ന ഏറ്റവും പ്രഗത്ഭമായ ഒരു വിശ്വാസിക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു ആശ്വാസവാക്ക ആ ഭാഗം പറയുന്ന 28ാമത്തെ ആയത്ത്. ഇതാണ് ആയത്ത്, നമ്മൾ ഓതേണ്ട ആയത്ത് ഇതാണ്. الذين آمنوا وتطمئن قلوبكم بذكر الله ألا بذكر الله تطمئن القلوب. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ മുഅ്മിനീങ്ങൾക്ക്, ഈമാനുള്ളവർക്ക്, അവർക്ക് മനസ്സമാധാനം കൊടുക്കും അല്ലാഹനെ ഓർത്താൽ. ഏത് പ്രയാസങ്ങളും വിഷമങ്ങളും ജോലിയിലോ കുടുംബത്തിലോ ശരീരത്തിലോ സമ്പത്തിലോ എന്ത് സംഭവിച്ച പ്രയാസങ്ങൾ നേരിട്ടാലും അല്ലാഹുവേ റബ്ബേ, നീ അറിയാതെ വരൂലല്ലോ അല്ലാ, ഈ പ്രശ്നം തീർക്കാൻ നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ് റബ്ബേ, നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലാ എന്ന് പറയുന്ന സമാധാനത്തിൻ്റെ ഓർമ്മയുണ്ടല്ലോ, അല്ലാഹനെ ഓർക്കൽ മതിയാകും പ്രശ്നം പരിഹരിക്കാൻ. അള്ളാഹിൻ്റെ ദിക്റുകളിൽ ഏറ്റവും അഫ്ളലായ ദിക്റാണ് അള്ളാഹിൻ്റെ ഖുർആൻ. അപ്പോൾ തീർച്ചയായിട്ടും മുഅ്മിനീങ്ങൾക്ക് സമാധാനം കൊടുക്കുന്ന അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അതായത് ഹൃദയത്തിന് സമാധാനം കിട്ടാൻ അള്ളാഹിൻ്റെ ദിക്റിനാണ് ഏറ്റവും പവർ. അപ്പോൾ തീർച്ചയായിട്ടും ഈ പരിശുദ്ധമായ ആയത്ത്
പ്രിയപ്പെട്ടവരെ, ഒരു 3 വട്ടം അല്ലെങ്കിൽ ഒരു 7 വട്ടം പാരായണം ചെയ്തിട്ട് അള്ളാഹുവിനോട് ദുആ. ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ, സമാധാനം കിട്ടാൻ ഉറപ്പായും സമാധാനം വരും. അപ്പോൾ ഒന്നാമത്തെ മാർഗമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ പരിശുദ്ധമായ സൂറത്തുർ റഅദിൻ്റെ 13ാമത്തെ സൂറത്തായ സൂറത്തുർ റഅദിൻ്റെ 28ാമത്തെ ആയത്ത്, അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഈ പരിശുദ്ധമായ ആയത്ത് ആവർത്തി ഓതി ദുആ ചെയ്യാവുന്നതാണ്. ഇനി ജോലി സംബന്ധമായ നമ്മൾ ജോയിൻ ചെയ്യുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് നമ്മുടെ സ്വഭവനങ്ങൾ, വീടുമായി ബന്ധപ്പെട്ട സമാധാന അന്തരീക്ഷത്തിന് എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ, വിഷമങ്ങളുണ്ടോ, അത് മാറിപ്പോകാൻ വേണ്ടി അടുത്ത ഖുർആനിക മരുന്നാണ് പറയുന്നത്. പരിശുദ്ധമായ ഖുർആനിൻ്റെ നമുക്കെല്ലാം പരിചയമുള്ള സൂറത്താണ് സൂറത്തുൽ ഇൻസിറാഹ് എന്ന് പറയുന്ന സൂറത്ത്. അതായത് സൂറത്തു ശറഹ് എന്ന് പറയും. അലം നശ്റഹ് ലക സദ്റക്, മനസ്സിന് സമാധാനം തരുന്ന ഏറ്റവും വലിയ സമാധാനത്തിൻ്റെ സൂറത്താണ് ഈ സൂറത്ത്. മുഴുവനായി പാരായണം ചെയ്യുന്നവർക്ക് വലിയ മാനസികമായ സന്തോഷം, ലാഭം ഉണ്ടാവും. പ്രത്യേകിച്ച് ഉപജീവന മാർഗങ്ങളിൽ, ജീവിതോപാധികളിൽ തടസ്സം, വരുമാന മാർഗങ്ങളിൽ എന്തോ തടസ്സം, ലാഭം കിട്ടുന്നതിൽ, കച്ചവടത്തിൽ എന്തോ ഒരു തടസ്സം പോലെ ഈ പ്രയാസങ്ങൾ മാറിപ്പോകാൻ വേണ്ടി ഏറ്റവും എഫക്റ്റീവാണ് പരിശുദ്ധമായ സൂറത്തു ശറഹ്, അലം നശ്റഹ് ലക സദ്റക്. ഈ സൂറത്ത് പ്രിയപ്പെട്ടവരെ നമ്മളൊരു 3 തവണ പാരായണം ചെയ്തിട്ട് നമ്മൾ നിലവിൽ അനുഭവിക്കുന്ന മാനസിക പ്രശ്നം, ജോലി സംബന്ധമായ, കുടുംബ സംബന്ധമായ ആയിക്കോട്ടെ, ധൈര്യമായിട്ട് നമുക്ക് ദുആ ചെയ്യാവുന്നതാണ്. അത്ഭുതകരമായ മാറ്റം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി നൽകും. അപ്പോൾ ഈ പരിശുദ്ധമായ സൂറത്തിൽ ഏറ്റവും എഫക്റ്റീവായ ഭാഗം ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഈ ഒരു ഭാഗം, അതായത് ഏത് പ്രയാസത്തിൻ്റെ കൂടെയും എളുപ്പം വരും, ഏത് താഴ്ച വന്നാലും കയറ്റം വരും, ഏത് സങ്കടത്തിനും സമാധാനം പിന്നാലെ വരും. ഒരു പ്രശ്നമില്ല. അള്ളാഹു ഒരു പ്രയാസവും ഒരു വേദനയും അത് സ്ഥായിയല്ല, അത് കാലകാലം നിൽക്കുന്നതല്ല, അതിന് മാറ്റങ്ങൾ വരും. ഇപ്പോൾ നമ്മൾ പകലിലാണെങ്കിൽ ഈ പകൽ ഒരുപാട് നീണ്ടുപോകില്ല, അസ്തമയമാകുമ്പോൾ രാത്രി കയറി വരും. ആ രാത്രി പിന്നെ കാലകാലം ഉണ്ടാകില്ല, പ്രഭാതമാകുമ്പോൾ രാത്രി പോകും. തന്നെ പ്രയാസങ്ങളുടെ അവസ്ഥ. ദുനിയാവ് അങ്ങനെയാണ്, പ്രയാസങ്ങൾ വരും, പോകും. തീർച്ചയായിട്ടും പ്രയാസത്തെ ഏറ്റവും വലിയ സമാധാനമാണ് ഈ പരിശുദ്ധമായ സൂറത്ത് അലം നശ്റഹ് ലക സദ്റക്. ഈ സൂറത്ത് മനസ്സറിഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രത്യേകിച്ച് ഓരോ വക്കത്ത് നിസ്കാരം കഴിയുമ്പോഴും അതിൻ്റെ ദിക്റും ദുആയൊക്കെ കഴിഞ്ഞിട്ട് ഒരു തവണ ഇത് ഓതുന്ന പതിവുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഓട്ടോമാറ്റിക്കലി പരിഹരിച്ചു പോകും. പ്രത്യേകിച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ, വലിയ ഐശ്വര്യം ബർക്കത്താണ്, അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. മൂന്നാമത്തത്, വലിയ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു മനുഷ്യന് ഉപയോഗിക്കാവുന്ന ഖുർആനിക റെമഡിയാണ് മൂന്നാമത് നമ്മൾ പറയുന്നത്. അത് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആയാണ്. നമുക്കറിയാലോ, മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ട് പോയി ആരും കാണാനില്ലാത്ത കൂരിരുട്ടിൻ്റെ ഉള്ളിലെ കൂരിരുട്ടിൽ പെട്ടുപോയ, ഒരു കാതും കണ്ണും കേൾക്കാത്ത, കാണാത്ത സ്ഥലത്ത് പെട്ടുപോയ, വിളിച്ചാൽ ആരും കേൾക്കാനില്ലാത്ത, ഹെൽപ്പ് കിട്ടാത്ത സ്ഥലത്ത് അള്ളാഹിൻ്റെ സഹായം ഇറങ്ങി. ഒരു പോറലുമില്ലാതെ അദ്ദേഹം രക്ഷപ്പെട്ടില്ലേ? എന്താ കാരണം? ഖുർആനികമായ ഈ പ്രശ്നപരിഹാരം കണ്ടതാണ് കാരണം. ഏതാ പ്രശ്നപരിഹാരം? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആ പരിശുദ്ധ വചനം ഒരു 100 തവണ ഡെയിലി പാരായണം ചെയ്യുന്ന, പ്രത്യേകിച്ച് പ്രയാസമുള്ളവർ, ഒരു 21 41 ദിവസം ഒരു പാക്കേജായിട്ട് എടുക്കുക. 100 വട്ടം വീതം ഈ പരിശുദ്ധമായ ദിക്ർ ആ പ്രശ്നപരിഹാരത്തിൽ ലക്ഷ്യമിട്ട് നിയ്യത്തിട്ടുകൊണ്ട് പാരായണം ചെയ്താൽ അള്ളാഹിൻ്റെ അത്ഭുതകരമായ സഹായം ഉണ്ടാകും. ആയിരക്കണക്കിന് ആളുകളുടെ പ്രയാസം മാറ്റിയ ഖുർആനിക മരുന്ന് ഈ പറയുന്നത്. ഈ പരിശുദ്ധമായ ദുആയും ദിക്റും അതിൽപ്പെട്ടതാണ്. അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ് ലാ ഇലാഹ ഇല്ലാ അൻത. അള്ളാഹുവേ, നീയല്ലാതെ ഇലാഹില്ല. നീയല്ലാതെ ഡയറക്റ്റ് അള്ളാഹിനോട് പറയുന്നൊരു വർത്താനാണ്. നീയല്ലാതെ ഇലാഹില്ല. സുബ്ഹാനക്, നീ പരിശുദ്ധനാണ്, നിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമകാരികളിൽ പെട്ടുപോയി റബ്ബേ, എനിക്ക് തെറ്റുകൾ സംഭവിച്ചു പോയി, അപരാധങ്ങൾ, പ്രയാസങ്ങൾ വന്നുപോയി, നീ എന്നെ സഹായിക്കണം എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഈ വാക്കിന് വല്ലാത്ത മൂല്യമാണ്. അപ്പോൾ അത് കഴിവിൻ്റെ പരമാവധി ഒരു 40 തവണയെങ്കിലും മിനിമം പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് പറഞ്ഞു നോക്കി. ഈ ദിക്ർ ഒരു 40 വട്ടം, അതൊരു 41 ദിവസം മുടങ്ങാതെ 40 വട്ടം വെച്ച് പറഞ്ഞു പോയാൽ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത ഒന്നും ഉണ്ടാകില്ല, അള്ളാഹിൻ്റെ സഹായം ഉണ്ടാവും. നാലാമത്തത്, നമ്മുടെ വീടുകളിൽ സമാധാനവും അനുഗ്രഹവും കൂടുതൽ വർഷിക്കാൻ വേണ്ടി നമ്മൾ പറയാറുണ്ടല്ലോ, പരിശുദ്ധമായ ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്ന കാര്യം.
അത് വീട്ടിൽ വല്ലാത്ത ബറക്കത്തുണ്ടാക്കും, പ്രശ്നപരിഹാരം ഉണ്ടാക്കും. പ്രത്യേകിച്ച് വീടിൻ്റെ അകത്ത് കയറിയിട്ട്, വീടിൻ്റെ ഉള്ളിൽ കയറി വീടിൻ്റെ 4 മൂലയിലും നിന്നുകൊണ്ട് ആയത്ത് കുറിച്ച് ഒരു വട്ടം പാരായണം ചെയ്യുക. പ്രത്യേകിച്ച് പ്രയാസങ്ങൾ, വിഷമങ്ങൾ തോന്നുന്ന ഇഷ്യൂസുകളുള്ള വീട്ടിൽ, പൈശാചികമായി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, പൈശാചികമായ പ്രയാസങ്ങളിൽ ആ വീട്ടിൽ വെച്ച് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക. സൂറത്തുൽ ബഖറ വലിയ ഫദ്ലാണ്, വലിയ മഹത്വമാണ്. പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് പരിഹരിച്ചു പോകും. നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് എത്രയോ ശാരീരിക അസ്വസ്ഥതകൾ, സാമ്പത്തികമായ വലിയ കഷ്ടപ്പാടുകൾ നമ്മൾ ഈ വിഷയത്തിൽ, ഈ പൈശാചികമായ പ്രയാസങ്ങൾക്ക് ആദ്യം നമ്മുടെ കയ്യിലുള്ള സമാധാനത്തിൻ്റെ, റഹ്മത്തിൻ്റെ, ബറക്കത്തിൻ്റെ, റാഹത്തിൻ്റെ പരിശുദ്ധ വചനം, അള്ളാഹിൻ്റെ പരിശുദ്ധമായ കലാം നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ഉപയോഗിക്കണം. അത് ഉപയോഗിക്കും തോറും നമുക്ക് സന്തോഷങ്ങൾ വന്നുകൊണ്ടിരിക്കും, പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കും, പ്രയാസങ്ങൾ നീങ്ങിപ്പോകും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അതുകൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം ഈ ഭൂമിയുടെ മുകളിലില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇസ്തിഗ്ഫാർ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമില്ല. ഹോസ്പിറ്റലിൽ നിന്നും നിരാശപ്പെടുത്തി മടക്കി അയച്ച മക്കളുണ്ടാകില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടുത്തി മടക്കി അയച്ച 18ഉം 20ഉം കൊല്ലം കഴിഞ്ഞ കുടുംബങ്ങൾക്ക്, ദമ്പതികൾക്ക് മക്കളുണ്ടായത് ഇസ്തിഗ്ഫാറിൻ്റെ പവറാണ്. എത്രയോ എക്സ്പീരിയൻസ് ഉണ്ട്, ചുമ്മാ വഴലല്ലേ ഇത്. ഒരുപാട് പേർക്ക് അങ്ങനെ ഒരുപാട് ജോലി നഷ്ടപ്പെട്ടു പോയ, സാമ്പത്തികമായ കടങ്ങളും പ്രയാസങ്ങളും വന്നു പോയ ആളുകൾ ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അദീം അതങ്ങോട്ട് മസ്റ്റായിട്ട് അങ്ങോട്ട് പിടിക്കുക. അത് കഴിവിൻ്റെ പരമാവധി ഓരോ ദിവസവും ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. മനസ്സറിഞ്ഞ് വേദനിച്ച് അസ്തഗ്ഫിറുല്ലാഹൽ അദീം, മാപ്പാക്കണേ അല്ലാ, മാപ്പാക്കണേ അല്ലാ, ഒരുപാട് ചെയ്തു പോയി അല്ലാ. ഈ തേട്ടത്തോടുകൂടി ചുമ്മാ തസ്ബീഹ് പറയുന്ന ചൈന കൗണ്ടർ ഞെക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. മനസ്സറിഞ്ഞിട്ട് ഈ പറയുന്ന വേദനയുടെ വാക്ക് അസ്തഗ്ഫിറുല്ലാഹൽ അദീം അതിന് വല്ലാത്ത മൂല്യമാണ്. അത് പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കും. പ്രത്യേകിച്ച് ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹാരം ഉണ്ടാകും. അതേപോലെ തന്നെയാണ് ഹൗഖലത്ത്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇതുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്തത് എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ അറിവിലില്ല, അനുഭവത്തിലില്ല. എത്രയോ പ്രശ്നങ്ങളാണ്. അത് തന്നെ ഹൗഖലത്ത് തന്നെ നമ്മുടെ വിഷയങ്ങൾ, പ്രയാസങ്ങൾ നീക്കാൻ വേണ്ടിയിട്ടാണ്. അത് അതിനുള്ള മരുന്നാണെന്ന് പറഞ്ഞു പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് നമ്മുടെ ജീവിതത്തിലുള്ള വലിയ വലിയ പ്രയാസങ്ങൾ, 99 രോഗങ്ങൾക്ക് ഈ ഹൗഖലത്ത് വലിയ മരുന്നാണ് എന്ന് പ്രിയപ്പെട്ടവരെ ഹദീസിൻ്റെ ശകലങ്ങൾ കാണാം. അപ്പോൾ പ്രയാസങ്ങൾ പരിഹരിക്കാൻ പറ്റിയ യോഗ്യമായത് നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. ഖുർആനികമായ അല്ലെങ്കിൽ ദിക്ർ കൊണ്ടുള്ള മരുന്നുകൾ നമ്മുടെ കയ്യിലുണ്ട്. അത് കൃത്യമായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജോലി സംബന്ധമായ ഇഷ്യൂസ്, പ്രയാസങ്ങൾ, കുടുംബ സംബന്ധമായ പ്രയാസങ്ങൾ, നമ്മുടെ മാനസികമായ മറ്റു വിഷമങ്ങളെല്ലാം ദൂരീകരിച്ച് കിട്ടാനുള്ള ഖുർആനിക മരുന്ന്, പ്രത്യേകിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള പ്രഗത്ഭമായ ആയത്ത്, ഖുർആനിൽ പറഞ്ഞിട്ടുള്ള സൂറത്തുകളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഉപയോഗപ്പെടുത്തണം. ക്ലാസ് ഒരുപാട് പേർക്ക് ഷെയർ ചെയ്യണം. ഒരുപാട് പേരെ പ്രയാസം മാറിക്കോട്ടെ. നമ്മളൊരു കാരണമായൊരു കാര്യം പഠിച്ച് മനസ്സിലാക്കി ഒരാളുടെ പ്രയാസം മാറിയാൽ അള്ളാഹു നമ്മുടെ 1000 പ്രയാസം മാറ്റിത്തരും. അങ്ങനെ ആക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله